ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മഞ്ജു സന്ദീപ്. അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സോ ഇന്ന് നമ്മൾ കടൽ കാണാൻ വേണ്ടി പോയൊരു വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്തും നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളൂ. അത് നമ്മുടെ തിരൂരിലെ ഗണപതി ഭവനിലല്ലേ. സോ ഒന്നും പറയാനില്ല, അവിടുത്തെ ഫുഡ് അപാരമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ ഇഡ്ഡലിയും വടയും ചമ്മന്തിയൊക്കെയാണ് കഴിച്ചത്. ഞാനാണെങ്കിൽ ചമ്മന്തിക്ക് വേണ്ടി മാത്രം ജനിച്ചൊരു വ്യക്തിയായിട്ടാണ് എല്ലാവരും പറയാറ്. ചമ്മന്തിയിലെ അഡിക്ഷൻ എനിക്ക് ആരോ കൈവശം തന്നിട്ടുണ്ട്. ഞാനൊരു മടിയും കൂടാതെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. വണ്ടിയൊക്കെ വിളിച്ച് അങ്ങനെ വീടെത്തി. അതിൻ്റെ ചെറിയ ബിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ കടൽ കാണാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ഇട്ടു കേട്ടോ. എല്ലാവരും കൂടി കടൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നിയറസ്റ്റ് കടൽ എന്ന് പറയുന്നത് ചാവക്കാടാണ്. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ യാത്രയായി. ചെറിയൊരു മഴക്കോളമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ചൂടും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ചൂട് കൂടുമെന്ന് പറയണത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ കടലിലേക്ക് എത്തി. ആ സമയത്ത് അത്യാവശ്യം മീനുകളുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നിറയെ പോലീസുകാരുണ്ടായിരുന്നു. അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കണം. കാരണം നല്ലോണം എന്താ പറയുക, കരയെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല കുത്തൊഴുകിയിട്ടാണ് തിരമാലയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കണ്ടില്ലേ കാർമേഘത്തിനൊക്കെ കളറ് കണ്ടില്ലേ, ആകെ ഒരു മാറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഐസ്ക്രീം കഴിക്കാൻ പ്ലാൻ ഇട്ടു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കുടുംബക്കാരെ പരിചയക്കാരെയൊക്കെ കണ്ടു. പരിചയക്കാരോടൊക്കെ സംസാരിച്ചു. അപ്പോഴും നോക്കി നല്ല കുത്തൊഴുക്കിയിട്ടാണ് തിരമാലകളൊക്കെ വരുന്നത് കേട്ടോ. എന്തോ പഠിത്തമല്ലേ ഇപ്പോൾ ചാവക്കാട് കടലിൽ ഭയങ്കര ഒരു ഭീതിയായിട്ട് ഉണ്ടാക്കിയത്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, വെള്ളം കയറി വന്നിട്ട്. അങ്ങനെ ഏകദേശം ഒരു നൈറ്റൊക്കെ ആവാറായിട്ടോ. നൈറ്റ് കാണാനാണ് ഒന്നുകൂടി ഭംഗി. പാർക്കിൻ്റെ അടുത്തേക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ പാർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല വൈബാണ്. പിന്നെ അവിടെ ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കയറാനും രസിക്കാനും യന്ത്രഊഞ്ഞാൽ അങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. പക്ഷേ എനിക്കതൊക്കെ പേടിയാണ്. എന്താ അറിയില്ല, നമ്മൾക്കിപ്പോഴും അത് കാണുമ്പോൾ തലകറങ്ങും. പക്ഷേ വൺ ഡേ ഐ ക്യാൻ. കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അന്തം പോയി. അതിലുള്ളവരൊക്കെ ആകെ ചീറി കൂകി വിളിക്കുമായിരുന്നു, അയ്യോ അമ്മേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്തിനാണ് ഇവരിതിൽ കയറിയിരിക്കണേന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് അകലെന്ന് കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നും. ഞങ്ങൾ അടുത്തുനിന്ന് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ മോനെ കണ്ടില്ലേ, എന്തൊരു അയ്യോ പഠിത്തല്ലേ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. പോട്ടെ. എന്തായാലും ഞങ്ങൾ വൈബൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പതുക്കെ ഞങ്ങൾ വീട്ടിലോട്ട് യാത്രയായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം.